വയനാട് വാഗേരിയിലെ നരഭൂജി കടുവ കൂട്ടിൽ കുടുങ്ങി 10 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ആണ് കൂട്ടിലായത്. കോളനി കവലയിലെ ആദ്യത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. കടുവയെ വെടിവെച്ച് കൊല്ലമെന്ന ആവശ്യവുമായി നാട്ടുകാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നാട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, നാട്ടുകാർ പോലീസിനെ പ്രതിരോധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അത്രയധികം അവർ പ്രതിഷേധത്തിലാണ്. ഇനിയുള്ള അവരുടെ ആവശ്യം കടുവയെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ്. ഈ ഒരു നടപടിയിലേക്ക് എങ്ങനെയാണ് കടക്കാൻ സാധ്യതയുണ്ടോ? വനം വകുപ്പ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ടോ? താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വയനാട് വാഗേരിയിലെ നരഭൂജിയായ കടുവയെ കുടുക്കിയിരിക്കുകയാണ്. കോളനി കവലയിൽ വെച്ച് ആണ് കടുവയെ കുടുക്കിയത്. വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, വിവരങ്ങൾ. മഞ്ജുഷ, ഇപ്പോഴും ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. അതായത് ഇതുവരെയും നാട്ടുകാർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അതായത് കടുവയെ ഇവിടെ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നാണ് ഇവരുടെ ആവശ്യം. മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ എത്തി ഇവിടെ നിന്ന് പ്രതിഷേധിക്കുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഗേറ്റ് ഉണ്ട്, അവിടെ വേല് കെട്ടി നാട്ടുകാർ അവിടെ അടച്ചിരിക്കുന്നു. അതായത് വനം വകുപ്പിന്റെ വാഹനങ്ങളോ മറ്റു ദിവസമോ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവർ ഇവിടെ ഒരു വേല് കെട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഈ വേലി തകർത്തുകൊണ്ടല്ലാതെ അല്ലെങ്കിൽ ജനങ്ങളെ മാറ്റിക്കൊണ്ടല്ലാതെ ഇവിടെ നിന്ന് പുറത്തു പോകാൻ കഴിയാത്ത ഒരു അവസ്ഥയുമുണ്ട്. അതായത് മറ്റൊരു സ്ഥലമില്ല, മറ്റൊരു വഴി ഇതിലൂടെ ഇല്ല. അവർക്ക് പുറത്തു പോകുവാൻ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ ഇതേ വഴിയിലൂടെ തന്നെ വേണം ഫോറസ്റ്റുകാർക്ക് ഇങ്ങോട്ടെത്താൻ. ഈ വേലിക്ക് അപ്പുറത്തടക്കം ആളുകൾ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വേലികളുടെ ഇപ്പുറത്തും അപ്പുറത്തുമായി നാട്ടുകാർ തടിച്ചിരിക്കുന്നു, തടിച്ചുകൂടിയിരിക്കുന്നു. ഒരിക്കലും തങ്ങൾ വിടില്ല, അല്ലെങ്കിൽ ഫോറസ്റ്റുകാരെ പുറത്തേക്ക് വിടില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഏകദേശം 10 ദിവസത്തോളമായി ഇതുവരെയും കടുവയെ പിടികൂടാതിരുന്നതിൽ വലിയ പ്രതിഷേധമായിരുന്നു. അവസാനം 10 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ കടുവയെ പിടികൂടിയിരിക്കുന്നത്. അതിൽ തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. അതായത് നേരത്തെയും ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതായത് വിവിധയിടങ്ങളിൽ വന്യജീവികൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോഴാണ് എത്തരത്തിലാണ് ഇനി ഇതിനെ പ്രതിരോധിക്കുക, വനം വകുപ്പ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുക എന്ന തരത്തിലുള്ള ഒരു ആലോചനയിലാണ് വനം വകുപ്പും അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാർക്ക് അടക്കമുള്ളത്. അതായത് നാട്ടുകാർക്ക് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. അതായത് തങ്ങൾക്ക് കടുവയെ കിട്ടിയ ഉടനെ വെടിവെച്ച് കൊല്ലുമെന്നുള്ള ഒരു ഉറപ്പ് നാട്ടുകാർക്ക് നൽകിയിരുന്നു. എന്നാൽ അത് ഇപ്പോൾ വനം വകുപ്പ് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നാട്ടുകാർ പ്രതിഷേധിക്കാൻ എത്തിയത്. വനം വകുപ്പ് ആദ്യമായി സ്ഥാപിച്ച കൂടാണ് ഇത്. ആ കൂട്ടിലാണ് കടുവ വീണിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം കടുവ ഈ കൂടുകളുടെ അടുത്തേക്കൊക്കെ എത്തുകയും എന്നാൽ പിന്നീട് കടുവയെ പിടികൂടാൻ സഹായിക്കാത്ത രീതിയിലേക്ക് മാറുകയുമായിരുന്നു. 50 മീറ്ററിന്റെ അടുത്ത് വരെ ഇവർക്ക് കടുവയെ അടുത്ത് കിട്ടും. ഇവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. ആ ദിവസം തന്നെ, കഴിഞ്ഞ ദിവസം തന്നെ വലിയ പ്രതിഷേധത്തിലായിരുന്നു ഇവിടെ നാട്ടുകാർ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പശുവിനെ ഈ കടുവ ആക്രമിച്ച് കൊല്ലുകയും ചെയ്തു. അത് ഈ പ്രദേശത്ത് ഇപ്പോൾ പിടികൂടിയ കടുവയെ തന്നെയാണെന്ന് വനം വകുപ്പ് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഫോഴ്സുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്, പോലീസുകാർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതായത് നാട്ടുകാർ എല്ലാവരും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലാണുള്ളത്. വനംവകുപ്പിന്റെ വാഹനങ്ങളോ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വിടുവാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നില്ല. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് MLA അടക്കമുള്ള ജനപ്രതിനിധികൾ ഇവിടെ എത്തിയാൽ മാത്രമേ, അല്ലെങ്കിൽ അവരുമായി സംസാരിച്ചതിന് ശേഷം മാത്രമേ തങ്ങൾ മറ്റൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ സമരം മാറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കൂ എന്നുള്ളത് അടക്കം നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ചിലർ പറയുന്നതാകട്ടെ, ഒരു തരത്തിലും ആര് വന്ന് കർച്ച നടത്തിയാലും തങ്ങൾ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമില്ല. തങ്ങൾ എങ്ങനെ തന്നെയായാലും ഈ കടുവയെ കൊല്ലാതെ ഇവിടെ നിന്ന് പോകില്ല. കടുവയെ ഇവിടെ തന്നെ കൊല്ലേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കടുവയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ കടുവ ഇങ്ങോട്ട് തന്നെ വരികയും ചെയ്യും. ഒരു യുവാവിന്റെ ഒരു മരണത്തിന് കാരണമായിട്ടുള്ള ഒരു കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അത്തരത്തിലേക്കുള്ള ഈ പ്രതിഷേധങ്ങൾ നീങ്ങുമ്പോഴാണ് സ്ത്രീകളും കുട്ടികളും അടക്കം, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെറിയ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ളവരാണ് ഇവിടെ വന്ന് പ്രതിഷേധിക്കുന്നത്. ഈ കുട്ടികളും സ്ത്രീകളും അടക്കമുള്ള ഇവിടെ വന്ന് പ്രതിഷേധിക്കുമ്പോൾ പോലീസുകാർക്ക് ഇടപെടാൻ ഏത് തരത്തിലായിരിക്കും പോലീസുകാർ ഇടപെടുക എന്നുള്ളത് കൂടി അർജുൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്ത്രീകളും ചെറിയ കുട്ടികളും അടക്കം എത്തിയാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. നാളെ നിങ്ങളുടെ ജീവനും
ജീവനും ഈ ഓരോരുത്തരുടെ ജീവനും ഭീഷണിയിലാണ്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണം ഈ ഇത്തരത്തിൽ വനമേഖലയിലും അതുപോലെ കർഷകർക്ക് നേരെയും തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷേ ഒരു തരത്തിലുള്ള കൃത്യമായ ഇടപെടലോ ആവശ്യ നേരത്ത് ഈ മൃഗങ്ങളെ ഇവരിലേക്ക് എത്താൻ അല്ലെങ്കിൽ അതിന് വേണ്ട തടയിടാൻ ഒരു രീതിയിലുമുള്ള നീക്കങ്ങൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നാട്ടുവാസികൾ അല്ലെങ്കിൽ പ്രദേശവാസികൾ സ്വയം പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയും അതിലൂടെ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെടുന്ന സ്ഥിതിയിലേക്കാണ് ഇത്തരത്തിൽ ഈ നിവാസികൾ എത്തിയിരിക്കുന്നത്. അവരുടെ ആകുലതയുടെ മുഖത്ത് ദൃശ്യമാണ്. തീർച്ചയായും മഞ്ജുഷ, അതായത് നമുക്ക് നേരത്തെ തന്നെ അറിയാം, വയനാട് എന്ന് പറയുന്നത് ഒരു കാടാൻ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശം തന്നെയാണ്. എന്നാൽ ഇവിടെ വേണ്ട വിധത്തിലുള്ള ഒരു ഫെൻസിങ്ങോ മതിൽ കെട്ടിയുള്ള ഒരു സംരക്ഷണ ഭിത്തികളോ ഇവിടെ കുറവായതുകൊണ്ടാണ് ഇത്രയധികം മൃഗങ്ങൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നതും ജനങ്ങളെ കൂടുതൽ ആക്രമിക്കുകയും ചെയ്യുന്നത്. ജനങ്ങളെ ആക്രമിക്കുന്നത് മാത്രമല്ല, ജീവഹാനി മാത്രമല്ല, മറ്റുള്ള കൃഷികളടക്കം ഇവിടെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. തിരുനെല്ലിയിൽ അടക്കമുള്ള സ്ഥലങ്ങൾ, തിരുനെല്ലി ആയിക്കോട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ കൂടുതലായ ആന കൂട്ടമായി ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോഴും ആ നാട്ടുകാരെ അനുനയിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ നാട്ടുകാരെ അനുനയിപ്പിക്കുകയല്ലാതെ മറ്റൊരു മുൻപോട്ട് ഫോറസ്റ്റുകാരുടെ കയ്യിൽ മറ്റൊരു വഴിയില്ല. അതായത് കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന് തന്നെയാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടി പുതുശ്ശേരിയും ഇത്തരത്തിലുള്ള ഒരു കടുവ ഇറങ്ങുകയും അവിടെ വലിയ രീതിയിലുള്ള ഒരു ഭീതി പടർത്തുകയും ചെയ്തു. പുതുശ്ശേരി, വാളാട്, കുളത്തട എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ കടുവയെ പിന്നീട് പിടികൂടുകയും മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവിടുകയുമാണ് ചെയ്തത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു കാര്യവും സമ്മതിക്കില്ല. ഈ കടുവയെ കൊണ്ടുപോകാതെ തങ്ങൾ പിന്നോട്ടില്ല അല്ലെങ്കിൽ കൊല്ലാതെ പിന്നോട്ടില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ നാട്ടുകാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ആ നാട്ടുകാരടക്കമുള്ളവർ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരാണ് ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നത്. ഈ ഒരു നാടിന്റെ സ്വഭാവം അനുസരിച്ച് ചുറ്റും കാട് നിറഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ വനം വകുപ്പിന് മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയില്ല ഈ ഒരു കടുവയെ പുറത്തെത്തിക്കുവാൻ. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ ഈ വഴി തന്നെ പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ നാട്ടുകാരെ എത്തരത്തിലാണ് ഇവർ പറഞ്ഞ് സമാധാനിപ്പിക്കുക എന്നുള്ളത് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇത്രയും നേരം പ്രതിഷേധമുണ്ടായിട്ടും DFO അടക്കമുള്ളവരോ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ ഇവിടെ എത്തിയിട്ടില്ല. അവർ കൃത്യമായിട്ട് നാട്ടുകാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ആ രീതിയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ഇനിയും ഇവരെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 10 ദിവസമായി ഈ കടുവയ്ക്കുള്ള തെരച്ചിൽ തുടരുന്നു. എന്നാൽ തെരച്ചിൽ തുടരുമ്പോഴും നാട്ടുകാരോടോ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോടോ ഫോറസ്റ്റുകാർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. എത്തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത്, എങ്ങനെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കാര്യം മാധ്യമങ്ങളോടടക്കം പറഞ്ഞിരുന്നില്ല. എങ്കിൽ കൂടി നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പല രീതിയിലുള്ള റിപ്പോർട്ടുകൾ നടത്തിയത്. അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടുപിടിച്ച പല കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് പറയുന്നു. അത്തരത്തിൽ കടുവ കുടുങ്ങിയതിൽ വലിയ സന്തോഷമുണ്ട്, നാട്ടുകാർക്കടക്കം സന്തോഷമുണ്ട്. എന്നാൽ ഈ കടുവയെ കൊല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. 25ഓളം ക്യാമറകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ 25ലധികമായി ഒരു 3 ക്യാമറ, തത്സമയ ക്യാമറ കൂടി ഇവിടെ സ്ഥാപിച്ചിരുന്നു. ഈ ക്യാമറകളിലടക്കം പലതവണ കടുവകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഒരു തവണ ഏകദേശം വനപാലകരുടെ അടുത്ത് 50 മീറ്ററിലധികം അടുത്ത് കടുവ വന്നിരുന്നെങ്കിലും അന്ന് പിടികൂടാൻ സാധിച്ചിരുന്നില്ല. ആ പിടികൂടാൻ സാധിക്കാത്തതിന്റെ പിറ്റേ ദിവസമാണ് പിന്നീട് ഒരു പശുവിനെ ഇവിടെ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്തെ മാറി കടുവ കൊന്നിട്ടുള്ളത്. അതായത് ആ പശുവിനെ കൊന്ന കടുവ തന്നെയാണ് ഇപ്പോൾ പിടികൂടിയ കടുവയെന്ന് ആ വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അർജുൻ പറഞ്ഞതുപോലെ തന്നെ വനം വകുപ്പിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. കൃത്യമായ ഇത്തരത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ, ഒപ്പം മൃഗങ്ങൾക്കും മനുഷ്യർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ കടുവയുടെ ശല്യം അവിടെ ഉണ്ടായിട്ടും ഇത്തരത്തിൽ ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായിട്ടും ഒരു തരത്തിലുമുള്ള വിവരങ്ങൾ കൈമാറാനോ മാധ്യമങ്ങൾക്ക് കൈമാറാനോ ഒപ്പം തന്നെ നടപടികളിലേക്ക് കടക്കാനോ വനംവകുപ്പ് ശ്രമിച്ചിട്ടില്ല. ഇപ്പോഴും ഇത്തരത്തിൽ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടായിട്ടും ആ പ്രദേശത്ത് എത്തിച്ചേരാതെ വനംവകുപ്പ് എത്താതിരിക്കുന്നതും തീർത്തും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. തീർച്ചയായും മഞ്ജുഷ, അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീർച്ചയായും ഈ ജനങ്ങൾക്ക് അടുത്തേക്ക് എത്തേണ്ടിയിരിക്കുന്നതോ ജനങ്ങളോട് സംവദിക്കേണ്ടിയിരിക്കുന്നതോ അല്ലാതെ ഈ ജനങ്ങൾ ശാന്തരാവില്ല. അതായത് ഇവർക്ക് എന്താണോ പറയാനുള്ളത്, വനംവകുപ്പിന് എന്താണോ പറയാനുള്ളത്, അത് ഇവിടെ വന്ന് പറയുക എന്നുള്ളതാണ് ആദ്യം വനംവകുപ്പ് ചെയ്യേണ്ടത്. എന്തിനാ തന്നെയും കൂടുതൽ ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം ഇവിടെ എത്തി സംരക്ഷണം നൽകുന്നുണ്ടെങ്കിൽ തന്നെയും നാട്ടുകാർ വലിയ
മുന്നോട്ട് പോയി ആ വാഹനങ്ങൾ തടയാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് അടക്കം അടച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. ഈ ഒരു കാപ്പിത്തോട്ടമാണ്, ആ കാപ്പിത്തോട്ടം എസ്റ്റേറ്റ്. ആ എസ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്നാണ് കടുവയെ പിടികൂടിയിരിക്കുന്നത്. മൂടക്കൊല്ലി എസ്റ്റേറ്റ്, അവിടെ നിന്നാണ് കടുവയെ പിടികൂടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ യുവാവിനെ, ഈ മരിച്ച യുവാവിന്റെ കുറച്ച് ഏകദേശം തൊട്ടിപ്പുറത്താണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഫുള്ള് നമുക്ക് നോക്കിയാൽ തന്നെ കാണാം, മുഴുവൻ കാപ്പിത്തോട്ടങ്ങൾ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കടുവ എത്തരത്തിൽ ഒരാളെ ആക്രമിക്കുമെന്നുള്ളത് നമുക്ക് പറയുവാൻ പോലും സാധിക്കില്ല. അതായത് ഇത്രയും ഇടതൂർന്ന് കിടക്കുന്ന കാപ്പികളുള്ള ഇടത്ത് നാട്ടുകാർ പുറത്തിറങ്ങുമ്പോൾ എവിടെ നിന്നാണ് കടുവ വരുന്നതെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ കടുവയെ കൊല്ലാതെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടിടുന്നത് ശരിയല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതായത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നീടും കടുവ ഇവിടേക്ക് എത്തും. നാട്ടുകാർ പറയുന്ന ചിലരുടെ ഒരു അഭിപ്രായ പ്രകാരം ഇവിടെ ഒരു കടുവ മാത്രമല്ല 2-3 കടുവകൾ ഉണ്ടാകാമെന്നും നാട്ടുകാർ പറയുന്നു. ആ ഒരു സാഹചര്യത്തിലും വനപാലകർ ഇവിടെ എത്തി ഈ നാട്ടുകാരെ ഒന്ന് അനുനയിപ്പിക്കാൻ ശ്രമിക്കാത്തത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഉയർത്തുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതായത് ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് നാട്ടുകാർ. അതായത് ഒരിക്കലും ഞങ്ങൾ ഈ ഒരു വാഹനങ്ങളെയോ അല്ലെങ്കിൽ കടുവയെ കൊണ്ടുവരുന്ന വാഹനങ്ങളെയോ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയോ പുറത്തേക്ക് കടക്കാൻ സമ്മതിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ ഗേറ്റിന് അപ്പുറത്തും ഇപ്പുറത്തുമായി നിരവധി ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കമടങ്ങുന്നവർ, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രായം നമുക്ക് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള എല്ലാ ഇവിടെ എത്തി പ്രതിഷേധിക്കുന്നു. വീണ്ടും ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ, അല്ലെങ്കിൽ എപ്പോഴും കടുവ പിടിക്കുകയോ അല്ലെങ്കിൽ ആനയോ അല്ലെങ്കിൽ അത്തരമുള്ള വന്യമൃഗങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സമയത്ത് മാത്രം ഇതിനെ ഒന്ന് പ്രതിരോധിക്കുകയല്ലാണ്ട് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഇവിടെ കാണുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രതിഷേധത്തിന് കാരണം. അതായത് ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം വിജിലന്റ് ആവുന്ന വനംവകുപ്പ് അല്ലെങ്കിൽ പോലീസ് എന്തുകൊണ്ടാണ് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കാത്തത് എന്നാണ് ഇപ്പോൾ ഇവർ ചോദിക്കുന്നത്. അതായത് ഇവർക്ക് വേണ്ടത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ശാശ്വതമായി തന്നെ ഒരു പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാർ പറയുന്നു. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഫെൻസിംഗ് രീതിയോ അല്ലെങ്കിൽ മതിലുകൾ കെട്ടി കടുവയെ ഇപ്പുറത്തേക്ക് കിടക്കാതെ, അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കിടക്കാതെ, അല്ലെങ്കിൽ മറ്റു മൃഗങ്ങളെ ജനവാസ മേഖലകളിൽ കിടക്കാതെ ശ്രദ്ധിക്കേണ്ടത് വനംവകുപ്പും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുമാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരു തരത്തിലുള്ള അവരുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിൽ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നിട്ടില്ല. കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് നാട്ടുകാർ കൂടുതൽ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലേക്ക് നീങ്ങുമ്പോഴാണ് പ്രതിഷേധം അലയടിക്കുകയാണ്. വയനാട് വാകേരിയിൽ നരഭോജി കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നു. 10 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ കൂട്ടിലായിരിക്കുകയാണ്. കോളനി കവലയിലെ ആദ്യത്തെ കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. കടുവയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കൂടുതൽ നാട്ടുകാർ ഇപ്പോഴും പോലീസിനെ അടക്കം പ്രതിരോധിച്ചുകൊണ്ട് വഴിയിൽ തടഞ്ഞു നിന്ന് കുത്തിയിരുന്ന് സമരം നടത്തുന്നു. കുത്തിയിരുന്ന് പ്രതിഷേധവാക്യങ്ങൾ മുഴക്കുന്നു. ഒരു തരത്തിലും പോലീസിന് ഇവരെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇനിയും പോലീസ് സേന അവിടെ എത്തുമെന്നാണ് അറിയുന്നത്. ഇതിനോടകം തന്നെ MLAയോ വനം വകുപ്പ് അധികൃതരോ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അർജുൻ PS, ശ്രീജിത്ത് എന്നിവർ.